കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ പാറ്റേൺ വെച്ചിട്ട് പലപ്പോഴും നമുക്കത് മനസ്സിലാവാറില്ല. അപ്പം ബൈയിങ് സിഗ്നൽസ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരിലേക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല ബൈയിങ് സിഗ്നൽസ് ഏതൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ബൈയിങ് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മെയിനായിട്ടും 5 ബൈയിങ് സിഗ്നൽസാണ് ഒരു കസ്റ്റമർ നമ്മൾ പ്രപ്പോസൽ അയക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോളോ അപ്പ് കോളിനോ വിളിക്കുമ്പോൾ ഉണ്ടാവാറ്. 5 സിഗ്നൽസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈയിങ് സിഗ്നലാണ് ആസ്കിങ് അബൌട്ട് ദ പ്രൈസ് ആൻഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ. പ്രൈസിനെ കുറിച്ച് അവർ ചോദിച്ചേക്കാം, ഇത് എത്രയാണ് ടോട്ടൽ വരുന്നത്. ഇപ്പോൾ കുട്ടികളും 2 അഡൽട്ടും കുട്ടികളൊക്കെ ആണെങ്കിൽ ടോട്ടൽ എത്ര വരും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ഓപ്ഷൻ, EMI പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുമോ, ബാങ്ക് ട്രാൻസ്ഫർ ആണുള്ളത്, ഗൂഗിൾ പേ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളൊരു ബൈയിങ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ ഒരു ബൈയിങ് സിഗ്നലാണ് റിക്വസ്റ്റിംഗ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ്. അതായത് നിങ്ങളുടെ അയച്ചിട്ടുള്ള പാക്കേജിനെ കുറിച്ച് കൂടുതൽ അവർ എൻക്വയറി ചെയ്തേക്കാം. അതൊരു ബൈയിങ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യാം. ഈ പാക്കേജസ് എങ്ങനെയാണ് വരുന്നത്, എത്ര ദിവസമുണ്ട്, എവിടേക്കാണ് പോകുന്നത്, ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നിങ്ങളൊരു ബൈയിങ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് കസ്റ്റമർക്ക് നിങ്ങളിൽ വിശ്വാസം വന്നു കഴിഞ്ഞു, മൈൻഡ് കൊണ്ട് ഓൾറെഡി പർച്ചേസ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ബൈയിങ് സിഗ്നലാണ് കമ്പയറിങ് ദ പ്രൊഡക്റ്റ് ആൻഡ് ആസ്കിങ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ്. അതായത് നമ്മളുടെ അയച്ചു കൊടുത്തിട്ടുള്ള പാക്കേജ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പാക്കേജുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചോദിക്കുക. അതായത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇപ്പം ആ കമ്പനിയിൽ ഇങ്ങനെയാണല്ലോ, നിങ്ങളുടെ എന്താണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടമായി അവരെ ഇതിലാണ് ബെറ്റർ എന്ന് തോന്നുന്ന കസ്റ്റമർ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷൻ, നമ്മുടെ ഡീലിംഗ് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു കമ്പാരിസൺ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ആൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഇല്ലാന്ന്. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈയിങ് സിഗ്നലാണ്. നിങ്ങളിൽ ഓൾറെഡി വിശ്വാസം വന്നു കഴിഞ്ഞു, ഇനി നിങ്ങളുടെ കൺഫർമേഷൻ വാങ്ങുക എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എത്ര അർജൻസി കൂട്ടുന്നോ അതിനനുസരിച്ചിരിക്കും. അതുമാത്രമല്ല, ഇതിന് വേറെ ഓപ്ഷൻസ് ഉണ്ടോ, 5 ദിവസത്തെ പാക്കേജ് ഉണ്ടോ, 7 ദിവസത്തെ ഉണ്ടോ, ഇതിലിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ, റീവർക്ക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബൈയിങ് സിഗ്നലായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അവരെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബൈയിങ് സിഗ്നൽ തരുന്ന ആൾക്കാരെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നാലാമത്തെ ഒരു ബൈയിങ് സിഗ്നലാണ് ഡിസ്കസിങ് അബൌട്ട് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ്. അതായത് ഈ പാക്കേജ് കസ്റ്റമർ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇതവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആയിരിക്കുമോ, അവിടെ ഡ്രൈവർ ഉണ്ടാവോ, ഗൈഡ് ഉണ്ടാവോ, അവിടെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഡീലിങ്, അവിടെ ആൾക്കാരുണ്ടാവോ, ഇതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതൊരു ബൈയിങ് സിഗ്നലായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അഞ്ചാമത്തെ ഒരു ബൈയിങ് സിഗ്നലാണ് എക്സ്പ്രസിങ് അർജൻസി ഓർ എ സ്പെസിഫിക് ടൈം ലൈൻ. അതായത് ഒരു കസ്റ്റമർ നിങ്ങളോട് അർജൻസി കൂട്ടാണ്, പെട്ടെന്ന് റേറ്റ് വേണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കോൾ വരുന്ന ഒരു കസ്റ്റമർ ആയിരിക്കാം. അവർ അത്രയും അർജൻസി ഉള്ളത് ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നതും നമ്മളെ പാക്കേജ് പെട്ടെന്ന് അയച്ചു തരും, പെട്ടെന്ന് ബുക്ക് ചെയ്യാനെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇവർ വെറുതെ റേറ്റ് ചെക്ക് ചെയ്തിട്ട് പോകാനായിരുന്നു. പല ആൾക്കാർക്ക് അങ്ങനെ തോട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ റെഡിയാണ്. ചിലപ്പോൾ അവർ ഓൾറെഡി നമ്മളെ ബ്രാൻഡിങ് കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരായിരിക്കാം, റെഫറൻസിൽ വരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ വരുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അർജൻസി കൂട്ടാണ്, അതിൻ്റെ അർത്ഥം അതൊരു ബൈയിങ് സിഗ്നലാണ്, പെട്ടെന്ന് വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് പ്രപ്പോസൽ അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബുക്കിംഗ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുണ്ടാവും, നേരിട്ട് കോളൊക്കെ വരുന്ന കസ്റ്റമേഴ്സ്. അതുപോലെ ഒരു സ്പെസിഫിക് ടൈം ലൈൻ പറയാം, അല്ലെങ്കിൽ ഇന്ന് ഈവനിങ്ങിനുള്ളിൽ പറയാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കാം, സാലറി കിട്ടിയിട്ട് പറയാം എന്നൊക്കെ പറയും. ഐ മീൻ അതൊരു ബൈയിങ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്യാം. അവർ ഫിനാൻസ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി സാലറി കിട്ടിയിട്ട് പറയാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഒരു ബൈയിങ് സിഗ്നലായിട്ട് എടുക്കുക. ഇത് മനസ്സിലാക്കി ഈ കസ്റ്റമറിൻ്റെ സൈക്കോളജി മനസ്സിലാക്കിയിട്ട് ആണ് നിങ്ങൾ ഡീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കസ്റ്റമർ എങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കസ്റ്റമർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് ക്ലോസ് ആയി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൈക്കോളജീസ് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റുക. സെയിൽസിൽ ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ലേണിംഗ് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ എത്ര എക്സ്പീരിയൻസ് ആയാലും ലേണിംഗ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ലേണിംഗ് ഈസ് മണി. സോ ഈ ബൈയിങ് സിഗ്നൽസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമർ ബുക്ക് ചെയ്യാൻ വില്ലിങ് ആയി വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ഈ ബൈയിങ് സിഗ്നൽസ് കസ്റ്റമർ തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കസ്റ്റമർ മനസ്സുകൊണ്ട് ഓൾറെഡി നമ്മളെ പാക്കേജ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി ട്രാൻസാക്ഷൻസ് നടത്തണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം, അത്രേ ഉള്ളൂ. സോ ഈ ബൈയിങ് സിഗ്നൽസ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. ഓൾ ദ ബെസ്റ്റ്.